നമസ്കാരം. നമുക്കൊരു മനുഷ്യസ്നേഹി ഉണ്ടായിരുന്നു. ഇപ്പോഴദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഇനി വല്ല മണ്ണിടിച്ചിലുണ്ടാകുകയോ അസ്ഥികൂടം കണ്ടുകിട്ടുകയോ ചെയ്യുന്നതുവരെ ആ മനുഷ്യസ്നേഹി കാണാമറയത്തായിരിക്കും. ആ മനുഷ്യസ്നേഹി ആരാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം. 2025 ജൂലൈയിലാണ് കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങളും കൂട്ട ശവസംസ്കാരങ്ങളും നടന്നിട്ടുണ്ടെന്ന് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ വെളിപ്പെടുത്തിയത്. 1999 മുതൽ 2014 വരെയുള്ള കാലത്താണ് കുറ്റകൃത്യം നടന്നതെന്നും ഇയാൾ ആരോപിച്ചു. സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതും ഉൾപ്പെടെ 100-ലധികം മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാനായി തന്നെ നിർബന്ധിച്ചെന്നും അതിൽ പലതിലും ലൈംഗികാതിക്രമത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെന്നും അയാൾ ആരോപിച്ചു. സംഭവം വിവാദമായതോടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ രൂപീകരിച്ചു. സംഭവം വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട 13 ഇടങ്ങൾ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തു. അതിൽ 9 ഇടങ്ങൾ കുഴിച്ചപ്പോഴും ഒന്നും കണ്ടെത്തിയില്ല. ഒരിടത്ത് നിന്ന് കുറച്ച് അസ്ഥികഷണങ്ങളും മറ്റൊരിടത്ത് നിന്ന് ഒരു തലയൊട്ടിയും കണ്ടെടുത്തു. മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ന്യൂസ് 18 ചാനലാണ് ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ മനുഷ്യസ്നേഹിയുടെ മുതലക്കണ്ണീർ ലിറ്റർ കണക്കിന് ഒഴുകിയത്. എന്തായാലും 2025 ഓഗസ്റ്റ് 23-ന് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അയാൾ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ചിന്നയ്യ പറഞ്ഞ നേത്രാവതി നദിക്കരയിൽ ഏകദേശം 50 ലക്ഷം രൂപ മുടക്കിയാണ് കർണാടക സർക്കാർ പരിശോധന നടത്തിയത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചിന്നയ്യ പരാതിക്കാരനായ മഹേഷ് ഷെട്ടി, ഗിരീഷ് മണ്ണത്താവർ, ടി ജയന്ത്, വിത്തൽ ഗൗഡ, സുജാത ഭട്ട് എന്നിങ്ങനെ 6 പ്രതികൾക്കെതിരെ SIT ബെൽത്തങ്ങാടി കോടതിയിൽ വിവിധ വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. ഈ അടുത്ത കാലത്ത് നടൻ പ്രകാശ് രാജാണ് ഈ വിവാദത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നു. ഇനി ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യസ്നേഹിയെക്കുറിച്ച് പറയാം. ഇടറുന്ന വാക്കുകളും നിറയുന്ന കണ്ണുകളുമൊക്കെ കണ്ടാൽ കക്ഷി മനുഷ്യസ്നേഹത്തിൻ്റെ മൊത്ത കച്ചവടക്കാരനാണെന്ന് തോന്നിപ്പോകും. പേര് അബ്ദുൾ മനാഫ്. 2024 അവസാനമാണ് കനത്ത മഴയിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. കോഴിക്കോടുള്ള ഡ്രൈവർ അർജുനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ലോറിയെയും മണ്ണിടിച്ചിലിൽ കാണാതായി. 1 മാസത്തോളം കഴിഞ്ഞാണ് അർജുൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ നേത്രാവതി പുഴയിൽ നിന്ന് കണ്ടുകിട്ടിയത്. സംഭവം പുറത്തറിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയുടെ സഹോദരനായ അബ്ദുൾ മനാഫ് അവിടെ എത്തുന്നു. എച്ചിൽ കൂനയിൽ എച്ചിൽ തിരഞ്ഞു നടക്കുന്ന നായയെപ്പോലെ അവിടെ മൈക്കുമായി ചുറ്റിത്തിരിഞ്ഞു നടന്ന ഒരു ചാനൽ മാപ്ര അബ്ദുൾ മനാഫിനെ കണ്ടുമുട്ടുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത് കാണാതായ ഡ്രൈവറോടുള്ള ലോറിയുടമ അബ്ദുൾ മനാഫിൻ്റെ ആത്മാർത്ഥതയും സ്നേഹവുമാണ്. എന്തായാലും അബ്ദുൾ മനാഫ് കയറിയങ്ങ് ഹീറോയായി. മലയാളി മാപ്രകൾ ഹീറോയാക്കി കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി. ചാനൽ ചർച്ചകളിലൊക്കെ അബ്ദുൾ മനാഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അബ്ദുൾ മനാഫ് ഇല്ലാത്ത ചാനൽ ചർച്ച എന്ന് പറഞ്ഞാൽ അത് വള്ളിയില്ലാത്ത ട്രൗസർ പോലെയാണെന്ന അവസ്ഥ വന്നു. അബ്ദുൾ മനാഫിൻ്റെ ആത്മാർത്ഥത ലേശ്യം കൂടിയപ്പോൾ കർണാടക പോലീസിന് അയാൾക്കെതിരെ കേസെടുക്കേണ്ടി വന്നു. എന്തായാലും അർജുൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. പിന്നെ അങ്ങോട്ട് അബ്ദുൾ മനാഫിൻ്റെ ഒരു പ്രകടനമായിരുന്നു. അർജുൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കും, താൻ വാങ്ങുന്ന ലോറിക്ക് അർജുൻ്റെ പേരിടും, അർജുൻ്റെ മകനെ സ്വന്തം മകനായി വളർത്തും, അങ്ങനെ പലതും അബ്ദുൾ മനാഫ് തള്ളിവിട്ടു. എന്തായാലും ഇയാൾക്കെതിരെ അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അതോടെ അബ്ദുൾ മനാഫ് കളം വിട്ടു. ആ പോക്ക് പോയ അബ്ദുൾ മനാഫ് പിന്നെ പൊങ്ങുന്നത് ധർമ്മസ്ഥല വിവാദം ഉയർന്നതോടെയാണ്. അബ്ദുൾ മനാഫും കൂട്ടുകാരും കൂടി ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. സാമ്പത്തിക സഹായം ആവശ്യമായി വരുമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആകെ ജഗപോക. അബ്ദുൾ മനാഫിനെ പിന്താങ്ങാനും പിന്തുണയ്ക്കാനും ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ആണും പെണ്ണുമായി ആയിരങ്ങളെത്തി. അബ്ദുൾ മനാഫിൻ്റെ ആത്മാർത്ഥതയിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് കിട്ടിയതാകട്ടെ പൂരത്തെറിയും. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഉള്ള തക്കം പാഴാക്കാതെ അബ്ദുൾ മനാഫ് ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി. ധർമ്മസ്ഥലയിലെ വിവരങ്ങൾ അപ്പപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനെന്ന് പറഞ്ഞായിരുന്നു അത്. ധർമ്മസ്ഥലയിലെ മണ്ണുമാറ്റിയുള്ള പരിശോധനയും മറ്റും ലൈവായി കാണിക്കുന്ന മറ്റു ചാനലുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അബ്ദുൾ മനാഫ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. കാറ്റുള്ളപ്പോൾ തൂറ്റി. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്തായാലും പിന്നീട് അങ്ങോട്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ധർമ്മസ്ഥല അപ്ഡേഷൻ്റെ പെരുന്നാളായിരുന്നു. ന്യൂസ് 18 ചാനൽ സംഘത്തെയും കൂട്ടി അബ്ദുൾ മനാഫ് ഒരു കാടിനുള്ളിൽ കയറി. ഈടെയാണ് 100 കണക്കിന് പേരെ കുഴിച്ചിട്ടത്, ജീവൻ പണയം വെച്ചാണ് ഈടെ നിൽക്കുന്നത്, ആരെങ്കിലും കണ്ടാൽ ജീവൻ പോകും എന്നൊക്കെ പറയുന്നത് ആ ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വനത്തിലാണ് ക്യാമറയും ട്രൈപോഡും കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ കയറി ഷൂട്ട് ചെയ്തത്. ഇത് ഒരു മഹാകാര്യമായി ഞാൻ പറയുന്നതല്ല. അബ്ദുൾ മനാഫിനെ പോലെയുള്ള ചിലരൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അബ്ദുൾ മനാഫിനെതിരെ കർണാടകയിൽ താമസക്കാരനായ ശ്രീകുമാർ ഉടുപ്പി പോലീസിൽ പരാതി കൊടുത്തു. ധർമ്മസ്ഥല വിഷയം വ്യാജമാണെന്ന് തെളിഞ്ഞപ്പോൾ അബ്ദുൾ മനാഫ് പതിയെ തലവലിച്ചു.
ഇപ്പോൾ പല കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞും ചാരിറ്റി വീഡിയോകൾ ചെയ്തും യൂട്യൂബ് ചാനൽ തള്ളി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞത്, ഒരു മഹാക്ഷേത്രത്തെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ട് ഒരു മനസാക്ഷിക്കുത്തും പശ്ചാത്താപവും ഉളുപ്പുമില്ലാതെ അടുത്തൊരു വിഷയം ഉരുത്തിരിഞ്ഞു വരുന്നത് വരെയോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വരെയോ ആമ തലവലിച്ച് തോടിനുള്ളിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന കപടന്മാരെ തുറന്നു കാണിക്കാനാണ്. ഒരു മുസ്ലിം ആരാധനാലയത്തെക്കുറിച്ച് ഒരു അന്യമതസ്ഥനാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇതോർക്കണം. കാരണം ഇനിയും ഇത്തരം അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടും. പക്ഷേ അവരുടെ കപടത നിങ്ങൾ തിരിച്ചറിയണം.